വൈറ്റ് മച്ചാൻ ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ഇന്നലെ കണ്ടൊരു സുഹൃത്തിൻ്റെ ഫ്ലാറ്റിലാട്ടോ, ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ വണ്ടി കാണിച്ചു തരട്ടെ. എൻ്റെ മോനെ സാധനം ഞാൻ ഓടിച്ചിട്ട് ഒരു രക്ഷയില്ലാട്ടോ. സാധനം അപ്രില 457 എൻ്റെ മോനെ സീന് വണ്ടി, ഒരു രക്ഷയില്ലാട്ടോ. ആ ട്വിൻ സിലിണ്ടർ വണ്ടിയും. ദിസ് വൺ ഇതേവരെ സബ്സ്ക്രൈബ് ചാനലാണുള്ളത്. എൻ്റെ അവരെ യൂട്യൂബ് ചാനലാണ് റാഹി വ്ളോഗ്സ് 208. ഇതേവരെ വണ്ടിയാണുള്ളത് അപ്പുറല്ല. എൻ്റെ മോനെ ഞാനിത് ഫോട്ടോയിൽ നേരിട്ട് കണ്ടിരുന്നല്ലാതെ അത് ഓടിക്കാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ ഓടിച്ചിട്ട് വണ്ടി അടിപൊളി, ഒരു രക്ഷയില്ലാത്ത സാധനം. ട്വിൻ സിലിണ്ടർ എനിക്ക് തോന്നുന്നു ഈ സെഗ്മെൻറ്റിൽ ഇത്രയും ഒരു ഓടിക്കാൻ ഫീലുള്ള വണ്ടി വേറെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതേപോലെ ഇവിടെ വേറെ മുതൽ കിടപ്പുണ്ട്, ഒരു വെടിക്കെട്ട് സാധനം. ബോംബ് എന്ന് പറഞ്ഞാൽ അതാണ് ബോംബ്. ഇതിരിക്കണേ ഹയാബൂസ. വണ്ടി പ്രാന്തമാർക്ക് വേണ്ടി ഡെലിറ്റ് ചെയ്യണേ ഈ വീഡിയോ. ഓക്കെ, വണ്ടി പ്രാന്തമാർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദിസ് ലൈക്ക് ദിസ് ഹയാബൂസ ജനറേഷൻ 2 ആട്ടോ. ഇത് ജനറേഷൻ 2. ഇത് നമ്മളെ ബായിൻ്റെ വണ്ടിയാണ്, നമ്മളെ കൊണ്ടുവന്ന ബായിൻ്റെ വണ്ടിയാണ് ഈ കാണുന്നത്. അടിപൊളി. ഇതിൻ്റെ മീറ്റർ നോക്കിയേ, ഒരു സംഖ്യ ഉണ്ട്. Meter was too big. Yeah, meter was a big. Tachometer, speedometer, oil gauge, heat temperature, fuel gauge, all are inside. This is like jet machine. Yeah, jet. This is like jet machine. Yeah, 1300cc bike. ഇതൊരു ട്രാമ്പിൻ്റെ വണ്ടിയാണ്, ട്രാം സ്ട്രീറ്റ് ട്രിപ്പിൾ. Tram Street Triple S 675. അതവരെ ഇൻസ്റ്റാഗ്രാം പേജ് ആട്ടോ ഈ കാണുന്നത്. അവർ ഇൻസ്റ്റാഗ്രാം പേജ് ഇതൊരു ട്രാമ്പിൻ്റെ വണ്ടിയാണ്. ഇതിൻ്റെ ടയർ സൈസൊക്കെ നോക്കി എൻ്റെ മോനെ ഒരു രക്ഷയില്ലട്ടാ. ഹയാബൂസ എനിക്ക് ഓടിച്ചാലുള്ള ചാൻസ് കിട്ടിയെന്ന്. പക്ഷേ നമ്മൾ ഓടിക്കില്ല, കാഞ്ചിൽ മുടിഞ്ഞ വെയിറ്റാണ്. ചെരിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ കജ്ജിന്ന് പോകും. ഇത് ഇന്നും കുഴപ്പമില്ല, അതും കുഴപ്പമില്ല കേട്ടോ. ഇത് ഭയങ്കര വെയിറ്റാണ്. ഏകദേശം 2 കിൻ്റല്ല, 250 അങ്ങനത്തെ വരണ്ടിട്ട് ഇതിൻ്റെ വെയിറ്റ്. ഓക്കെ ഗൈസ്, എങ്ങനെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളിന്ന് കുറച്ച് ആൾക്കാരൊക്കെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് സംഭവം. ഇവരൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ആട്ടോ. Please hit like and do subscribe to White Machan Vlogs. He is doing great work and he is riding on Yamaha 150cc scooters. This is incredible. Literally this is incredible. Please like and hit subscribe for his channel. He is doing great job. Okay. And all the best for your next ride, next day. All the best guys. ഓക്കെ, അതൊരു പുള്ളിക്കാരൻ. ആ പുള്ളിക്കാരൻ കേട്ടോ നമ്മളെ നമ്മളെ ആപ്പറിലെ RS57. അടിപൊളിയിട്ട് ഒരു രക്ഷയില്ല സാധനം. അത് ഭയങ്കര ഇഷ്ടമായിട്ട് വണ്ടി. ഇതിങ്ങ് എടുത്താലോ എൻ്റെ മോനെ സീന് വണ്ടി കേട്ടോ, ഒരു രക്ഷയില്ല. ഈ ഒരു കളറാട്ടോ രസം, ഈ വൈറ്റ് വിത്ത് ഓറഞ്ച് റെഡ് കളർ. ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് തന്നെ വേറെ സീനാണ് ഗൈസ്. ഇതൊക്കെ നേരിട്ട് കാണാൻ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഇതേപോലെ സൂപ്പർ ബൈക്സ് ഇങ്ങനെ കാണാൻ പ്രയാസം കേട്ടോ. ഈ ഫ്രണ്ടൊക്കെ നോക്കിയാൽ സംതിങ് ലൈക്ക് ഇസ് ലൈക്ക് ബീസ്റ്റ്. ഒരു രക്ഷയില്ല. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അതാ ടൈം ഷോപ്പ് ഇതാ നമ്മളെ വണ്ടി അപ്പുറത്തേക്കാണ്. നമ്മൾ വണ്ടി ചേർക്കാനൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ ബൈക്ക് ലോജി എന്നാട്ടോ ഷോപ്പിൻ്റെ പേര്. നമ്മൾ ഇന്നലെ ഇവിടെ തന്നെ ആയിരുന്നു. ഇന്നും വീണ്ടും ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ മീറ്റ് ചെയ്യാണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് യാത്ര പോകാം കേട്ടോ. ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടിയുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടോ. നമ്മൾ വണ്ടി ഏത് ഷോറൂമിലാണ് കേൾക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ? അതാണ് രസം. ഞങ്ങൾ ഇന്നലെ യമഹയുടെ ഷോറൂമിൽ പോയിട്ട് ഞങ്ങൾ മര്യാദക്ക് വണ്ടി ഒന്ന് വാഷ്, ടെക്നീഷ്യൻ ഉണ്ട്, വാഷ് ചെയ്ത് ആൾക്കാരുണ്ട്. പക്ഷെ അവർ ഞങ്ങൾ വണ്ടി വാഷ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എവിടെ നിന്നാണ് വാഷ് ചെയ്യണമല്ലോ? സുസുക്കിയുടെ ഷോറൂം ഇതുണ്ടോ, സുസുക്കിയുടെ വണ്ടികളുണ്ടോ? സുസുക്കിയുടെ ഷോറൂമിൽ നിന്നാണ് ഞങ്ങൾ വണ്ടി വാഷ് ചെയ്യണത്. ഞാൻ ജസ്റ്റ് വിശ്വാസത്തിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണ് ചെയ്യുന്നുള്ളത്. ഓക്കെ, വേണ്ടോ? വിശാഖിക്കാൻ്റെ വണ്ടി ഇതൊക്കെ നമ്മളെ വണ്ടി അവിടെ കേക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നാണ്ടോ, ഇതാണ് അവസ്ഥ. നമ്മളെ വണ്ടി ഇതാ കേൾക്കുന്നുണ്ടില്ലേ?
സുസുക്കിയുടെ ഷോറൂമിൽ എന്നിട്ടാണ് യമഹയുടെ വണ്ടി കഴിക്കുന്നത്. അതിന് ഇന്നലെ ഞങ്ങൾ പോയി ഒരു റെസ്പോൺസും ഇല്ല, ഒരു റെസ്പോൺസ് എന്ന് വെച്ചാൽ ഒരു റെസ്പോൺസും ഇല്ല. എന്നിട്ട് നമ്മൾ അവിടുത്തെ വാഷ് ചെയ്ത് ചോദിച്ചു, പറ്റില്ല എന്ന് പറഞ്ഞു, സമയമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവസാനം സുസുക്കിൻ്റെ ഷോറൂമിൽ ചോദിച്ചു, അവരങ്ങനെ കഴുകി തരാമെന്ന് പറഞ്ഞു. ആ റെസ്പോൺസ് ഉണ്ടല്ലോ, അത് മതി, അത്ര കിട്ടിയാൽ മതി. അപ്പോൾ രണ്ടാളെ വണ്ടി കംപ്ലീറ്റ് വാഷ് ചെയ്യട്ടോ, എൻ്റെ വണ്ടിയുടെ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ അതൊക്കെ ഫുൾ വാഷ് ചെയ്ത് തരട്ടോ അവർ. ഒരു രക്ഷയില്ല. അതൊക്കെയാണ് സപ്പോർട്ടെന്ന് പറഞ്ഞത്. യമഹ അതൊക്കെ കണ്ടുപിടിക്കണം, എന്ത് ചെയ്യുമ്പോൾ റെസ്പോൺസ് അടാക്കണം. എനിക്ക് എൻ്റെ നാട്ടിൽ നിന്നും കിട്ടിയ ഇതേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ പുറത്താട്ടോ, ഇവിടെ ജയ്പൂരിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ, അവരാണ് നല്ല പേച്ച് മിനിക്ക് സെറ്റപ്പാക്കി ഷാമ്പൂലോട്ട് വരുന്ന കേക്ക് തരുന്നുണ്ടോ വണ്ടി. എന്താണ് റെസ്പോൺസ് ചോദിച്ചപ്പോൾ തന്നെ അവരോടൊന്ന് കൈകാണ് സെറ്റപ്പ് ചെയ്തോ രക്ഷയില്ലത്. ഇവിടെ ഒരു ജിക്സർ കിടപ്പുണ്ട് കേട്ടോ. ജിക്സറിന് എന്തോ സസ്പെൻഷന് ബോട്ടമോട്ട് എന്ത് കംപ്ലൈൻ്റ് ആയതാണ്. ഇവിടെ ഒരു ഹയാബൂസ കിടപ്പുണ്ട്. ഓക്കെ, അതിൻ്റെ മോനെ ബ്ലാക്ക് ജനറേഷൻ 2 തന്നെയാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു രക്ഷയിലാണോ, അത് സൈസൊക്കെ ഒരു മസിൽ സാധനം തന്നെ അല്ലേ, ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ വണ്ടി കഴിക്കണം, നമ്മൾ ഞാണ്ട് പോകട്ടെ, ഷോപ്പിലോട്ട് പോയിരിക്കാം. ഓക്കെ, വണ്ടി നമ്മൾ സെറ്റായിട്ടുണ്ട്. ഒരു രക്ഷയില്ല, ആകെ ഫുള്ളുള്ള മണ്ണും ചളി കംപ്ലീറ്റ് പോയിട്ടോ. ഗൈസ്, ഈ വീഡിയോ വണ്ടിപ്രാന്തന്മാർക്കുള്ള കേട്ടോ. സത്യം പറയാമല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അടുത്തടുത്തിരുന്ന് കാണുന്നത് കേട്ടോ. ഈ കാണുന്ന ജിക്സറിന് 5 ജിക്സർ വീസ്ട്രൂം 250cc വെഹിക്കിളാണ്. വീസ്ട്രൂം 660, അതിൻ്റെ ബെടാ ദോസ്താണ് ഈ ഇരിക്കുന്നത് കണ്ടോ. വീസ്ട്രൂം 660 ആണ് കാണുന്നത്. ഇവിടെ ബീസ്റ്റ് ഓഫ് ദ സുസുക്കി ഈസ് ഹയാബൂസ ഈസ് ജനറേഷൻ 3 ആണ് നിങ്ങൾ ഈ കാണുന്നത്. ജനറേഷൻ 2 ഈ വണ്ടി സെയിലിനുള്ള വണ്ടി കേട്ടോ. ജനറേഷൻ 2 ആണ്. 2015 to 16 മോഡൽ എന്തോ ആണ്. സെയിലിനുള്ള വണ്ടിയാണ്. ഏകദേശം 15ൻ്റെ താഴെയാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതുണ്ടോ എൻ്റെ മോനെ ഒരു രക്ഷ. ജനറേഷൻ 3 ആട്ടോ, ലേറ്റസ്റ്റ് മോഡൽ ഹയാബൂസ. അത് സർവീസിന് വന്ന കേട്ടോ അവിടെ. വണ്ടി നോക്കി എന്നാ രസമറിയാം. അതെ, ഫുൾ സിസ്റ്റം അക്രോബോയ്ക്കിൻ്റെ എക്സോസ്റ്റ് ഉണ്ട് കേട്ടോ കംപ്ലീറ്റ്. ഇത് ബാക്കൊക്കെ നോക്കിയാൽ എന്നാ രസറി കാണാൻ. പുറത്തെ വീസ്ട്രോം 650 ഇട്ടാ അത് കാണുന്നത്. ഒരു പാരലൽ ട്വിൻ സിലിണ്ടർ എഞ്ചിൻ തന്നെ ഈ കാണുന്നു. എൻ്റെ മോൻ അടിപൊളി, ഒരു രക്ഷയില്ലാട്ടാ. അത് 3 കൂടി ഇങ്ങനെ അടുത്തടുത്ത് തന്നെ കാണുമ്പോണ്ടല്ലോ കിളി പോയി ഗൈസ്. ഞാൻ എന്തെല്ലാം വണ്ടി കണ്ടു തരാം. അവിടെ അപ്പറിലൂടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, BMW കിടക്കുന്നുണ്ട്. അടിപൊളി, ഒരു രക്ഷയില്ല. വണ്ടി ഭ്രാന്തന്മാർ ഗൈസ്, ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ആയിരിക്കണേ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന ഈ ഹയാബൂസ ഉണ്ടല്ലോ, ദിസ് വൺ, ദിസ് ഈസ് എ ബീസ്റ്റ് 2017 മോഡൽ ജനറേഷൻ 3 ആട്ടോ. വൈസ് 2 what this one? Gen 2 dono same that, but this one is very, I think Kunal is tell me is generation 3. This is one is LED headlamp, LED full LED tail light, both are. This is generation 3, I know. Sorry. So, एक minute. Somebody is called me. ഇതാണ് നമ്മളെ ജനറേഷൻ 3 ഹയാബൂസ ഗൈസ്. ദേ ഫുള്ളി LED ഹെഡ്ലാമ്പ്. ഉഫ് ഡാ പോന്നോ, ഒരു രക്ഷയില്ല. This one is full system acroboic exhaust. Guys, are you ready? Ready to this one. Now start the vehicle. एक मिनट, मैं करूंगा, चौड़ अड़का नहीं मैं करूंगा, मैं क्लोज दबो इधर एक इसकी you check the gear. Neuter न्यूटन. Okay. Alright. Yeah, it's like height is very good. Height. Touch after You start. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹയാബൂസ ജനറേഷൻ 3 ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഫുൾ സിസ്റ്റം അക്രോബോയ്ക്കിന് എക്സോസ്റ്റ് വരുന്ന സാധനം കേട്ടോ. അതൊക്കെ കൂടി ഇപ്പോൾ പൊട്ടി പൊളിയാണോ, ഉറപ്പാണ്. വെടിവെട്ട് പോരാണ് നടക്കാൻ പോണേ. എന്താണ്
Crazy love. Crazy love. Crazy. എൻ്റെ മോനെ ഒരു രക്ഷയില്ലട്ടാ. ഇത് മതി ഞാൻ പറഞ്ഞില്ലേ. അതായത് വണ്ടി പാടത്ത് കൊണ്ടുപോവാ, ഒരു 5 ലിറ്റർ എണ്ണ അടിച്ച പാടത്ത് കൊണ്ടുപോയിട്ട് തിരിച്ചാ പൊട്ടിക്കുക. എൻ്റെ മോനെ പൊടി സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. പക്ഷേ ഞാൻ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് സൂപ്പർ ബൈക്ക് ഓടിച്ച്, അത്ര തന്നെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഇട്ടത്. ഇവിടുത്തെ രാവിലെ ഓടിച്ച അപ്പുല്ല, രാവിലെ ഓടിച്ച ആണ് തിരിച്ച് മൂപ്പരെ ഫ്ലാറ്റിൽ തന്നെ പോകട്ടോ. മൂപ്പരെ ഫ്ലാറ്റിൽ തന്നെ സ്റ്റേ. എന്തായാലും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല കേട്ടോ ഇങ്ങനെയൊക്കെ കിട്ടുന്നു, എങ്ങനെയൊക്കെ ഒരു ഹെൽപ്പ് കിട്ടുന്നത്. കാരണം അടിപൊളി കേട്ടോ. इधर इधर हो गए बेगाने देखा एक आवाज आ रही है, पता चला ओ भाई साहब ये तो अपने ही थे, पर ये तो ऐसे निकले जैसे तो कोई है ही नहीं. ठीक है भाई, ये तो अपने ही थे. രണ്ട് വെടിക്കിട്ടനാണ് കണ്ടിട്ടുണ്ട്. വാട്ട് ദിസ് 1675. അതായത് ഇത് ഏട്ടൻ, ഇത് അഞ്ചന്, ഇത് ദിസ് വൺ ഈസ് 675. Yes. 675 and this is 1050. 1050. Okay. 1500. Yes, 1000. 500 cc. 1050. 1050 cc. 1050. Okay. 1050. Yeah. Get on. I love bikes. Guys. Sound. Yeah, guys. ഇതാണ് 1050 cc കേട്ടോ. അതായത് ഇത് ട്രംഫിൻ്റെ 675 cc വണ്ടി. ഇതതിൻ്റെ ഏട്ടനെ. Get on. ഇതൊരു മിസൈലാട്ടോ. ഇത് ട്വിൻ സിലിണ്ടർ. ട്വിൻ സിലിണ്ടർ ബ്രോ. 4 cylinder vehicle? 3 cylinder. The 3 cylinder vehicle. This is twin cylinder vehicle. Okay. Both are 3 cylinder. बस CC difference. CC difference only. 1050 and Yeah, I know. Yeah. Okay, get off. Any people in our crowd. എൻ്റെ മോനെ ഒരു രക്ഷയിലിട്ടാ. അതായത് ഇത് ട്രംഫിൻ്റെ 1050 cc comparison video, sound comparison. നോ പ്രോബ്ലം. Color start. This one is stock? No. Stock exhaust? Bro? अरे उसको बटन को दबा भाई. अरे जाएगा निकल. This is SC project? Yes. Yeah, okay. But I think this one is down. This is loud and this is bassy. This is basic, this is loud. അതായത് guys, ഇത് കുറച്ചും കൂടി ബേസിക് സൗണ്ട് ആട്ടോ. ഒരു രക്ഷയില്ല. അതാണ് വെടിക്കെട്ട് സാധനം. ഓഫ് കറോ. और करना है. Off. നോ പ്രോബ്ലം. മോനെ ഒരു രക്ഷയില്ലട്ടാ. Little. ഈ സാധനമൊക്കെ നേരിട്ട് കാണാൻ നമ്മൾ കയറിയിരിക്കുക, ഒന്ന് തിരിച്ച് അതൊക്കെ ഒരു ആഗ്രഹം കേട്ടോ സംഭവം കൊണ്ടൊക്കെ. ഇത് ട്രാംഫിൻ്റെ സ്ട്രീറ്റ് ഇസ് വെരി അഗ്രസീവ്. ട്രാംഫിൻ്റെ 1050 cc വണ്ടിയും ഇത് 675 675 cc സാധനം. ഇത് 1050 cc വണ്ടി കേട്ടോ. അതായത് ഡിഫറൻറ്റ് എന്താ വെച്ചാൽ സംതിങ് ഇത് കുറച്ച് ബൾക്കിനെസ് വണ്ടിയാണ് ഇത്. അതായത് രണ്ടിനും ഡിഫറൻറ്റ് എന്താ വെച്ചാൽ ഇത് ഡബിൾ ഡിസ്ക് വരുന്നുണ്ട്. അതുപോലെ ഇത് സിംഗിൾ സൈഡ് സിങ്ങാമാട്ടോ വരുന്നത്. ബാക്ക് സൈഡ് കണ്ടോ, സിംഗിൾ സൈഡ് നമ്മളെ ഇതിൻ്റെ പോലെ സിംഗിൾ സൈഡ് സിങ്ങാമാട്ടോ വരുന്നത്. അതാണ് മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞത്. അതിനെക്കാളും കുറച്ച് വലിയ കുറച്ചും കൂടി സീറ്റായിട്ടും
കുറച്ചുകൂടി ബൾക്കുള്ള വണ്ടി കേട്ടോ. പക്ഷെ ഇതാണ്ട് എനിക്കൊന്നും കൂടി എനിക്ക് യൂസ് ചെയ്യാൻ കംഫർട്ട് ഈ വണ്ടിയാണ്. അടിപൊളിയിട്ട് ഒരു രക്ഷയില്ല. സീനും മോനെ ഇതൊക്കെ കാണാമെന്ന് പറയുമ്പോണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ പെരി കൊണ്ട് നിർത്തിയിട്ടാൽ പക്ഷേ എനിക്ക് സത്യം പറഞ്ഞത് ഇതിനെക്കാട്ടും ഇഷ്ടമായത് എൻ്റെ അപ്പറിലെ കേട്ടോ. അടിപൊളിയിട്ട് തന്നെ മോനെ അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുക ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടൊന്നും കാണാൻ പറ്റി ഓടിക്കാൻ പറ്റുന്നില്ല. ഈ കാണുന്ന വിളിക്കാറുണ്ട് എല്ലാവരും ചായ വാങ്ങിയിട്ട് എനിക്ക് വണ്ടി കണ്ടു തരും. അതാണ് വിറ്റ്. ഗൈസ് ബോത്ത് ആർ കമ്മിങ്. ദിസ് 1011cc. അടുത്ത സാധനം വരുന്നുണ്ട്. ഒരു വല്ല ടെസ്റ്റ് ഡ്രൈവിന് പോയതാട്ടോ രണ്ടാളും. ബസ് ഐ എം ഓൾറെഡി ചെക്കിങ്. वो 5 Okay, thank you. 5 सेकंड മോനെ സത്യം പറഞ്ഞാൽ അന്നത്തെ വീഡിയോ ട്രാവലിംഗ് വീഡിയോ അല്ലേ ഫുള്ള് സത്യം പറഞ്ഞാൽ ഫുൾ ബൈക്ക് തന്നെ കേട്ടോ കാര്യമായിട്ട്. അപ്പോൾ ഈ കാണുന്ന ബൈക്ക് ഭ്രാന്തന്മാർക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക. സത്യം പറഞ്ഞാൽ ട്രാവൽ വ്ളോഗ് ബൈക്ക് വ്ളോഗ് അയക്കണം ഇവിടെ. അതെ നമ്മളെ ട്രംഫിൻ്റെ 1050cc ഓണർ കേട്ടോ. Hope you are appraising it. कहाँ के रहने वाले? ऑल इंडिया टूर. हाय हाय बोलो. हाय. ऑल इंडिया टूर दिस बाइक. Yeah. Yeah. What's your name? This one is YouTube channel. मेरा YouTube channel. India, Nepal. Nepal, Bhutan. Let's go, bro. Yeah, okay. Yeah. Going. അപ്പോൾ അങ്ങനെ ഗൈസ്